ആശുപത്രിയിൽ ഗർഭിണികളെ പരിശോധിക്കുന്നതിന്റെ സ്വകാര്യ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിപ്പിച്ചതിൽ കേസെടുത്തു. ഗുജറാത്തിലാണ് സംഭവം നടന്നത്. രാജ്കോട്ടിലെ പായൽ മെറ്റേണിറ്റി ആശുപത്രിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ടെലിഗ്രാം ഗ്രൂപ്പിലടക്കം വിൽപ്പനയ്ക്കായി പ്രചരിപ്പിച്ചത്. ഇതിൽ പ്രതിഷേധം ഉയർന്നതോടെയാണ് ഗുജറാത്ത് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. മേഘ MBBS എന്ന പേരിലുള്ള യൂട്യൂബ് ചാനലിൽ 7 വീഡിയോകളാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. 999 രൂപ മുതൽ 1500 രൂപ വരെ നൽകിയാൽ ടെലിഗ്രാം ലിങ്ക് വഴി വീഡിയോ കാണാൻ സാധിക്കും. അടച്ചിട്ട മുറിയിൽ രോഗികളെ വനിതാ ഡോക്ടർ പരിശോധിക്കുന്നതിൻ്റെയും അവർക്ക് നഴ്സ് കുത്തിവെപ്പെടുക്കുന്നതിൻ്റെയും CCTV ദൃശ്യങ്ങളാണ് പുറത്തുവന്നിട്ടുള്ളതെന്ന് പോലീസ് പറയുന്നു. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് ടെലിഗ്രാം ഗ്രൂപ്പ് രൂപീകരിച്ചതെന്നും ഈ വർഷം ജനുവരിയിലാണ് യൂട്യൂബ് ചാനൽ ആരംഭിച്ചതെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ടെലിഗ്രാം ഗ്രൂപ്പിൽ 90-ലധികം അംഗങ്ങളുമുണ്ട്. വീഡിയോയിൽ നഴ്സും ഗർഭിണിയും സംസാരിക്കുന്നതും കേൾക്കാമായിരുന്നു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ആശുപത്രിയിലെ CCTV സംവിധാനം ഹാക്ക് ചെയ്തതാകാമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നതും. ആശുപത്രിയുടെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ലെന്ന് അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കുമെന്നും അധികൃതരും വ്യക്തമാക്കി. എന്നാൽ സ്ത്രീകളുടെ സ്വകാര്യതയ്ക്ക് ഭീഷണിയാകുന്ന തരത്തിൽ പരിശോധനാ മുറിയിൽ ക്യാമറ സ്ഥാപിച്ചതിൽ അധികൃതർ വിശദീകരണമൊന്നും നൽകിയിട്ടുമില്ല. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് ടെലിഗ്രാം ഗ്രൂപ്പ് സൃഷ്ടിച്ചതെന്നും ഈ വർഷം ജനുവരിയിലാണ് യൂട്യൂബ് ചാനൽ ആരംഭിച്ചതെന്നും പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുമുണ്ട്. ചാനൽ പ്രൊമോട്ട് ചെയ്ത ടെലിഗ്രാം ഗ്രൂപ്പിൽ 90-ലധികം അംഗങ്ങളുണ്ടെന്നും പോലീസ് പറഞ്ഞു. സൈബർ പോലീസിലാണ് ഇത്തരമൊരു കംപ്ലൈന്റ് പോയത്. അപ്പോൾ തന്നെ പോലീസ് ചാനലിന്റെ വിവരങ്ങൾ അന്വേഷിക്കുകയും ചെയ്തു. ഈ ഗ്രൂപ്പ് ഉണ്ടാക്കിയ ആളുടെ വിവരങ്ങളാണ് പോലീസ് ഇപ്പോൾ തിരക്കുന്നത്. സംഭവത്തിൽ രാജ്കോട്ട് സൈബർ ക്രൈം പോലീസും കേസെടുത്തിട്ടുണ്ട്. ഡോക്ടർമാർ ഉൾപ്പെടെ മുഴുവൻ ആശുപത്രി ജീവനക്കാരെയും സംഘം ചോദ്യം ചെയ്തു വരികയാണ്. ആർക്കെങ്കിലും പങ്കുണ്ടെന്ന് കണ്ടാൽ ഉടനടി നടപടിയും സ്വീകരിക്കും. വീഡിയോകളുടെ ഉള്ളടക്കം പരിശോധിച്ചു വരികയാണെന്നും ആരാണ് ഈ വീഡിയോകൾ എടുത്തതെന്നും എന്തിനു വേണ്ടിയാണെന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. സൈബർ ക്രൈം IT ആക്ട് പ്രകാരം സെക്ഷൻ 66(67) പ്രകാരം പോലീസ് കേസെടുത്തിട്ടുണ്ട്. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.